വേണമെങ്കിൽ ഒരു ചിന്ന വീട് പോലെ ഇരുന്നുള്ളൂ, ഞാൻ ഇടയ്ക്ക് വന്ന് നിന്നെ കണ്ടോളാം, എന്റെ ഭാര്യ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ, ടൈം പാസിന് വേണ്ടിയാണ്, ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. വെറും പുലിയല്ല, അവൻ പുലിയാണ്. മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ജീവിതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. നടി ആര്യയുടെ ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്റർവ്യൂ ഇന്നലെ കാണാനിടയായി. അതിനകത്ത് അവർ പറയുന്നത്, അവർ മുമ്പ് സ്നേഹിച്ചിരുന്ന ആൾ അവരെ തേച്ചിട്ട് പോയ ഒരു കഥയാണ്. ശരിക്കും പറഞ്ഞാൽ ആ കഥ കേട്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട്. അയാൾ വെറും പുലിയല്ല, പുലിയാണ്. കാരണം ഇങ്ങനെ ഇപ്പോൾ ഡിവോഴ്സ്ഡ് ലേഡീസിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. പൊതുവെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ലേഡീസ് ഒക്കെ എന്താ പറയുന്നത്, അവരെ സെക്ഷുവലി യൂട്ടിലൈസ് ചെയ്യാൻ എളുപ്പമാണ്, അവർ അത്തരത്തിലുള്ള ആഗ്രഹം ഒരുപാട് മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന ആളുകളാണ് എന്നാണ് പൊതുവെ ഉള്ളൊരു ധാരണ. അത് ആണുങ്ങളുടെ മാത്രമല്ല കേട്ടോ, സ്ത്രീകളും പ്രായമുള്ളവരും എല്ലാവരുടെയും ഒരു പൊതുവിലുള്ള ഒരു ധാരണ അങ്ങനെയാണ്. അങ്ങനെ അപ്പം നമുക്ക് പ്രത്യേകിച്ചുള്ള അവരുടെ ഓരോ നോട്ടത്തിലും നമുക്ക് മനസ്സിലാവും, അവർ നമ്മളെ വല്ലാതെ വാച്ച് ചെയ്യുന്ന പോലെ തോന്നും. കാരണം ഇവരെങ്ങോട്ടാണ് പോകുന്നത്, ഇവർ ആരുടെയും കൂടെ പോകുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളിൽ മറ്റുള്ളവരെ നോക്കുന്നതിനെക്കാട്ട് കൂടുതലായിട്ട് ഒരു CBI കണ്ണോടുകൂടി നമ്മളെ വാച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം അവരുടെ എല്ലാവരുടെയും പൊതുവിലുള്ള ഒരു ഒരു സംസാര രീതി അല്ലെങ്കിൽ പൊതുവിലുള്ള ഒരു ധാരണ അതാണ്. ഡിവോഴ്സ്ഡ് ലേഡീസ് ഇങ്ങനെയുള്ള കാര്യത്തിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്, അവരെ ആ രീതിയിൽ അങ്ങനെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ധാരണയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ആൾക്കാരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നടക്കുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. ഇവർ അപ്രോച്ച് ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര സെന്റിമെന്റൽ രീതിയിലാണ് ഇവർ വരുന്നത്. കല്യാണം കഴിച്ച് ഭാര്യ മക്കളായിട്ടൊക്കെ ജീവിക്കുന്ന ആളാണെങ്കിൽ വന്നിട്ട് പറയുന്നത്, എൻ്റെ ഫാമിലി ലൈഫ് ഭയങ്കര ഫെയിലിയർ ആണ്, എനിക്ക് സ്നേഹം കിട്ടുന്നില്ല, കെയറിങ് കിട്ടുന്നില്ല, ഞാൻ ഒട്ടും ഹാപ്പി അല്ല, ഞാൻ ഒരുപാട് അനുഭവിക്കുന്നുണ്ട്, പക്ഷെ മക്കൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ ജീവിതം ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സെൻറ്റി അടിക്കും. കല്യാണം കഴിക്കാത്ത ആളാണ് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ലവ് ഫെയിലിയറിന്റെ കഥ പറയും, ഭയങ്കര സെൻറ്റി അടിച്ചിട്ടൊരു കഥ പറയും. അങ്ങനെ ഭയങ്കര സെന്റിമെന്റ്സിലാണ് വീഴ്ത്താൻ നോക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്നും പറയുന്ന പോലത്തെ മറ്റു രീതിയിലത്തെ ഒരു ഫീലിംഗ് ഉള്ള ഒരു അവസ്ഥയല്ല. ജീവിതം തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, കേസും കൂട്ടവുമായിട്ട് അതിൻ്റെ എല്ലാം പുറകെ നടക്കുന്ന ടെൻഷൻ, പിന്നെ നാട്ടുകാരുടെ വക ഒരു കുറ്റപ്പെടുത്തലും കുത്തിയുള്ള നോട്ടവും, കുടുംബക്കാരുടെ വക ഒരു കുറ്റപ്പെടുത്തലും, അങ്ങനത്തെ രീതിയിലത്തെ ഒരു പ്രശ്നങ്ങൾ, പിന്നെ ഫ്രണ്ട്സ് ആണെങ്കിലും കൂടുതലും നമ്മളുടെ അടുത്ത് സഹകരിക്കാത്ത ഒരവസ്ഥ, അങ്ങനെ മൊത്തം എല്ലാവരാലും വെറുക്കപ്പെട്ട പോലത്തെ ഒറ്റപ്പെട്ട പോലത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആരെങ്കിലും നമ്മളുടെ വിഷമം ഒന്ന് തുറന്നു പറയാൻ, ഒന്ന് കരയാൻ ഒരു തോള്, അതിപ്പോൾ ഒരു ഫ്രണ്ട് ആയിക്കോട്ടെ, നമ്മുടെ കുടുംബത്തിലുള്ള ഒരാളായിക്കോട്ടെ, അച്ഛനും അമ്മയും ആയിക്കോട്ടെ, ആരെങ്കിലും നമ്മളെ നല്ല രീതിയിൽ ഒന്ന് കേൾക്കാനുണ്ടായാൽ മാത്രം മതി എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമാണ് അത്. പക്ഷെ ആ സമയത്ത് പലരും നമ്മളെ അത്രത്തോളം കേൾക്കാൻ തയ്യാറാവത്തില്ല. കേട്ടാൽ പോലും ഒരു എന്താ പറയുന്നത്, നമ്മളുടെ അതിനോട് കൂടെ നിൽക്കുന്ന ആളുകൾ കുറവായിരിക്കും, ഈവൻ ഫാമിലിയിലും കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരാളെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മൾ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ ഭയങ്കര സെന്റി അടിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ, അയ്യോ സിമിലർ ദുഃഖം അനുഭവിക്കുന്ന ഒരാളാണല്ലോ, എന്നെക്കാട്ടിലും ഭയങ്കര വിഷമം അനുഭവിക്കുന്ന ഒരാളാണല്ലോ എന്ന് പറഞ്ഞിട്ട് പരസ്പരം സമാധാനിപ്പിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് പോയി അത് പിന്നെ ഗ്രാജുവലി മറ്റൊരു റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യും. അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ തന്നെയാണ് അവർ ആ സെന്റി അടിച്ച് വരുന്നത്. പക്ഷേ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുന്ന ആൾ അത്രത്തോളം ചിന്തിക്കാതെ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകും. അത് ഭയങ്കരമായിട്ട് വളരുന്ന സമയത്തൊക്കെ നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുള്ള, വിട്ടിട്ട് ഒരിക്കലും പോകും എന്നുള്ളൊരു ഫീലിംഗ് തോന്നുന്ന രീതിയിലേ ആയിരിക്കത്തില്ല ബിഹേവ് ചെയ്യുന്നത്. അത്രത്തോളം നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, എൻ്റെ ഭാര്യ അങ്ങ് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് വരെ പറയുന്ന ആളുകളുണ്ട്. അപ്പൊ അത്ര രീതിയിലായിരിക്കും ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. എന്നിട്ട് കുറേ നാൾ കഴിയുമ്പോഴത്തേക്ക്, ഇപ്പൊ കല്യാണം കഴിക്കാത്ത ആളാണെങ്കിൽ അവർക്ക് കല്യാണം കഴിച്ച് സെറ്റിൽ ആവണമെന്ന് തോന്നുന്ന ഒരു സാഹചര്യം ആകുമ്പോൾ, അല്ലെ കല്യാണം കഴിച്ച ആളാണെങ്കിൽ അവർക്ക് വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമാവുന്നു എന്ന് തോന്നുമ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിലേക്ക് പോകണം എന്ന് തോന്നുമ്പോൾ, അല്ലെ ഇത് മടുക്കുമ്പോൾ, അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ പിന്നെ നൈസായിട്ട് അങ്ങ് ഒഴിഞ്ഞു മാറുകയാണ്. ചിലർ ആ സമയത്ത് ഒരു ഓഫറൊക്കെ കൊടുക്കും, വേണമെങ്കിൽ ഒരു ചിന്ന വീട് പോലെ ഇരുന്നുള്ളൂ, ഞാൻ ഇടയ്ക്ക് വന്ന് നിന്നെ കണ്ടോളാം, ഞാൻ വല്ലപ്പോഴും നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓഫറൊക്കെ കൊടുക്കും. അത്ര ചീപ്പായിട്ടുള്ള രീതിയിൽ വരെ ബിഹേവ് ചെയ്യും ലാസ്റ്റിൽ വരുന്ന ഒരു സമയത്ത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ ചിലർ ആത്മഹത്യ ചെയ്യും, ചിലർ ഭയങ്കരമായ ഡിപ്രഷനിലേക്ക് പോകും, ചിലർ പിന്നെ ആര്യയെ പോലൊക്കെ അതെങ്ങനെയെങ്കിലും തരണം ചെയ്ത് കയറി വരും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനി ഇങ്ങനെയുള്ള റിലേഷൻഷിപ്പിലേക്കൊക്കെ പോകുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിച്ചോണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ കാലമല്ല. ഇപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് ദേഷ്യം വരുമ്പോൾ പെട്രോൾ ഒഴിച്ച് കത്തിക്കുന്നു, അങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ കൂടെയൊക്കെ മാനസികാവസ്ഥയിലൂടെയാണ് ഇപ്പോഴത്തെ ആളുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇത്രത്തോളം വലിയൊരു ചതി നേരിടുന്ന ഒരു സാഹചര്യത്തിൽ മേ ബി അങ്ങനെയൊക്കെ ചിന്തിക്കാൻ ആളുകൾക്ക്, ബിക്കോസ് അവരപ്പം നോർമൽ മൈൻഡ് സെറ്റിലായിരിക്കത്തില്ല ഉണ്ടായിരിക്കുക. അത്രത്തോളം വിഷമവും അത്രത്തോളം പിന്നെയും ചതിക്കപ്പെട്ടു എന്നൊക്കെയുള്ള ഒരു ഫീല് വരുന്ന സമയത്ത് എന്താ കാണിച്ചു കൂട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ ഇങ്ങനെ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആളുകളെ ടാർഗറ്റ് ചെയ്ത് പോകുന്ന ആളുകൾ
ഒന്ന് ചിന്തിച്ചോണം. മേ ബി ജീവൻ അതൊരു ഭീഷണിയാവാനുള്ള സാധ്യതയുണ്ട്. ആ ചെയ്യുന്നത് ഭയങ്കര വൃത്തികെട്ട ഒരു പരിപാടിയാണ്. ഇത് ഒരു സമയത്ത് കൂടുതലായിട്ടും സ്ത്രീകളോട് പുരുഷന്മാരായിരുന്നു ചെയ്തിരുന്നതെങ്കിൽ ഇന്നത് സ്ത്രീകൾ തിരിച്ചും നല്ല രീതിയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വളരെ പാവം പിടിച്ച ലൈഫ് തകർന്ന് നിൽക്കുന്ന ആൺകുട്ടികളുടെ അടുത്തും ഇതുപോലത്തെ പരിപാടി കാണിക്കുന്ന പെൺകുട്ടികളുണ്ട്. എന്നിട്ട് ചതിച്ചിട്ട് പോകുന്നു, ഇഷ്ടംപോലെ കാശുള്ളതൊക്കെ അടിച്ചു മാറ്റുകയും അല്ലെ മറ്റു രീതിയിൽ ഏതെങ്കിലും തരത്തിലൊക്കെ യൂട്ടിലൈസ് ചെയ്യുകയും ചെയ്തിട്ട് ലാസ്റ്റിൽ ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ ചതിച്ചിട്ട് പോകുന്ന ആളുകളുണ്ട്. അപ്പോൾ ജെൻഡർ വെച്ചിട്ട് പറയാൻ പറ്റത്തില്ല. ഇപ്പൊ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾ ഒന്ന് സൂക്ഷിക്കുക. അത് ചിലപ്പോൾ നമ്മുടെ ജീവൻ പോലും നഷ്ടപ്പെടാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് വഴിവെക്കും. കാരണം അത്രത്തോളം ഒരു ക്രൂരതയാണ് ചെയ്യുന്നത്. അതിപ്പോൾ ഡിവോഴ്സ്ഡ് ആൾക്കാരോട് ചെയ്താലും മറ്റവരോട് ചെയ്താലും അത് ക്രൂരതയാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു ടൈം പാസ് രീതിയിലാണെങ്കിൽ അങ്ങനെ റെഡി ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ എന്തെന്നാ അരികെ എന്ന് പറഞ്ഞിട്ടൊരു ആപ്പോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈവൻ പരസ്യം വരെ കാണുന്നുണ്ട്, നിങ്ങൾക്ക് ഡേറ്റ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് വരും ഇങ്ങനെ. അപ്പൊ അങ്ങനെയൊക്കെ ഓപ്പൺ ആയിട്ട് പറഞ്ഞു തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത് ജസ്റ്റ് ഒരു ടൈം പാസിന് വേണ്ടിയാണ്, ഞാൻ കമ്മിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ അതിന് വില്ലിങ് ആയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇങ്ങനെ പറഞ്ഞ് ചീറ്റ് ചെയ്തിട്ട് ആ ഒരു ആളിന്റെ സാഹചര്യവും അവസരമൊക്കെ മുതലെടുത്തിട്ട് അവരുടെ സെന്റിമെന്റൽ ആയിട്ടിരിക്കുന്ന അല്ലെങ്കിൽ ആരും തുണയില്ലാതിരിക്കുന്ന ആ ഒരു സാഹചര്യമൊക്കെ മുതലെടുത്തിട്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നത് വളരെ ചീപ്പായിട്ടുള്ളൊരു പരിപാടിയാണ്. അത് ഏത് ജെൻഡറിനോട് ചെയ്താലും അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇനിയുള്ള കാലത്ത് തീർച്ചയായിട്ടും ചിന്തിക്കുക. സ്വയം ആത്മഹത്യ ചെയ്യുന്നതും സ്വയം ഡിപ്രഷനിലേക്ക് പോകുന്നതും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നു. പല രീതിയിലും ആളുകൾക്ക് വൈരാഗ്യം വന്നു കഴിഞ്ഞാൽ റിയാക്ട് ചെയ്യുന്ന രീതികളൊക്കെ മാറുകയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും എല്ലാവരും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ദയവ് ചെയ്ത് ഇങ്ങനത്തെ പരിപാടിക്ക് പോവാതിരിക്കുക. പിന്നെ ഇങ്ങനെ ജീവിതം തകർന്നു നിൽക്കുന്ന പുരുഷന്മാരോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്. അങ്ങനെ ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് എന്നുള്ളതല്ല നമ്മുടെ ഒരു ഓപ്ഷൻ. കാരണം ഒരു റിലേഷൻഷിപ്പ് നമ്മുടെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ഫെയിലായി നിൽക്കുന്ന സമയത്ത് അഗെയിൻ ഉടനെ മറ്റൊരു റിലേഷൻഷിപ്പ് തുടങ്ങുക എന്ന് പറയുന്നത് ഒട്ടും വയസ്സായിട്ടുള്ളൊരു കാര്യമല്ല. അതിനിയും കല്യാണാലോചനയുടെ രീതിയിൽ പ്രോപ്പർ ഒരു കല്യാണമായിട്ട് നടക്കുകയാണെങ്കിൽ, ഐ മീൻ വീട്ടുകാർ കണ്ടുപിടിച്ച് തന്നിട്ട് ഒരു കല്യാണമായിട്ട് നടത്തുകയാണെങ്കിലും അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ഇങ്ങനത്തെ റിലേഷൻഷിപ്പ് ആണെങ്കിലും കല്യാണം ആണെങ്കിലും ഉടനെ ഒരു അനദർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ളൊരു കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ ജീവിതം തകർന്നു നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കുറച്ച് നാളത്തേക്ക് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കരിയർ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ പഠിത്തം, അല്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മുടെ കരിയർ, അതൊന്ന് ബിൽഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് സമയം അതിനു വേണ്ടി കൊടുക്കുക. കുറച്ച് നാൾ അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ എല്ലാ എനർജിയും നമ്മുടെ കാര്യങ്ങളും എല്ലാം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പൊ തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്കൊരു വാശിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമുക്ക് പലതും നേടാനും നമുക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും കെട്ടിപ്പടുക്കാനും ഒക്കെയുള്ള ഒരു വാശിയൊക്കെ കൂടുതലുള്ള ഒരു സാഹചര്യമാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ സമയത്ത് നമ്മുടെ കരിയറിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഒരു സക്സസ്ഫുൾ ആയിട്ട് ഉള്ള ഒരു അച്ചീവ്മെന്റ്സ് പലതും അതിനകത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. എൻ്റെ ഓൺ എക്സ്പീരിയൻസിൽ നിന്ന് പറയുകയാണ്, നമുക്ക് നല്ല രീതിയിൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതിനുശേഷം ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നമ്മൾ റിലാക്സ് ആവുകയും ചെയ്യും. നമ്മൾ പഴയ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കത്തില്ല അപ്പോൾ ഉണ്ടാവുക. നമ്മൾ ആ തകർന്ന് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിന്നും നമ്മൾ കയറി വന്ന് നമ്മൾ പല രീതിയിലും നമ്മൾ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ പല കാര്യങ്ങളും അച്ചീവ് ചെയ്തിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മൈൻഡ് സെറ്റ് എല്ലാം ഒത്തിരി മാറി നമ്മൾ റിലാക്സ്ഡ് ആയിരിക്കും. ആ ഒരു സമയത്ത് നമുക്കൊരു റിലേഷൻഷിപ്പ് വേണം എന്ന് വിചാരിച്ചാൽ അതിലേക്ക് നമുക്ക് എന്താ പറയുന്നത് ഉള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റും. നമുക്ക് അപ്പോൾ തിരഞ്ഞെടുക്കുന്നത് കുറച്ചും കൂടെ വൈസായിട്ട് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഏത് കാര്യവും നമുക്ക് കുറച്ച് ചിന്തിച്ച് തീരുമാനം എടുക്കാൻ പറ്റും. അപ്പോൾ പാളിച്ചകൾ പറ്റുന്നത് കുറയും. പല ഡിവോഴ്സ് ആയ ആളുകളും പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ രണ്ടാമതും മൂന്നാമതും ഒക്കെ ഡിവോഴ്സ് ആകുന്നതിൻ്റെ മെയിൻ റീസൺ ഞാൻ നോക്കിയിട്ട് കാണുന്നത് ഇതാണ്. ആ ഒരു തകർന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ, ഒന്നുമല്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ പിന്നെയും മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോഴാണ്. പല പേരൻസിനും ഒരു തിടുക്കമാണ്. ഒന്ന് ഡിവോഴ്സ് ആയി കഴിയുമ്പോഴത്തേക്കും കാണിച്ചു കൊടുക്കണം, അവരെ കാണിച്ചു കൊടുക്കാം, അവനെക്കാട്ടി നല്ലൊരു പയ്യനെ അല്ലെങ്കിൽ അവളെക്കാട്ടി നല്ലൊരു പെണ്ണിനെ എൻ്റെ മക്കൾക്ക് കൊടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ധൃതി വെച്ചിട്ട് കല്യാണം കഴിപ്പിക്കുന്ന പേരൻസ് ഉണ്ട്. അങ്ങനെ ചെയ്യുന്നത് മടയത്തരമാണ്. അത് മിക്കവാറും അത് സക്സസ് ആവാനുള്ള സാധ്യതയില്ല. അപ്പോൾ ഒന്ന് സെറ്റിൽ ആയതിനു ശേഷം നമ്മൾ ആ വഴിക്ക് ചിന്തിക്കുകയാണെങ്കിൽ, പുതിയൊരു റിലേഷൻഷിപ്പ് വേണമെങ്കിൽ ബുദ്ധിപരമായിട്ട് അത് ചിന്തിച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് സക്സസ് ആവും എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്നുള്ള അഭിപ്രായം.
ആര്യയുടെ ഈ ഒരു ഇന്റർവ്യൂ കേട്ടപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരു ടോപ്പിക് എടുക്കാൻ തോന്നിയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആര്യയുടെ ജീവിതത്തിൽ എക്സാക്ട്ലി എന്താ സംഭവിച്ചത്, മുൻ ഭർത്താവുമായിട്ട് എന്താ സംഭവിച്ചത്, ഇയാളുമായിട്ട് എത്ര നാളത്തെ റിലേഷൻ എന്താ സംഭവിച്ചത്, അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും കൂടുതലായിട്ട് എനിക്ക് അറിയില്ല. ബട്ട് ആ ഒരു കാര്യം കേട്ടപ്പോൾ ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഫേസ് ചെയ്യുന്ന ഒരു കോമൺ പ്രശ്നമാണിത്. അതൊന്ന് അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നി. ഇങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ആളുകൾ ഇനിയും ഇങ്ങനെ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. സെന്റിമെന്റ്സും കാര്യങ്ങളും പല രീതിയിൽ അപ്രോച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അവരെ മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിൽ വീണ് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നമ്മളുടെ മെയിൻ എയിം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. അല്ലാതെ അനദർ റിലേഷൻഷിപ്പിലേക്ക് പെട്ടെന്ന് പോവുക എന്ന് പറയുന്നത്, ആ ഒരു മാനസികാവസ്ഥയിൽ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുക എന്ന് പറയുന്നത്, അത് തിരഞ്ഞെടുക്കുന്നതിലുള്ള പാളിച്ചകൾ ഒരുപാട് വരാൻ സാധ്യതയുണ്ട്. നമ്മളുടെ മൈൻഡ് സെറ്റ് നല്ലതല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിൽ ചെന്നാൽ പോലും നമുക്ക് നോർമലായിട്ട് ബിഹേവ് ചെയ്യാനോ നോർമലായിട്ട് അവരെ സ്നേഹിക്കാനോ നല്ല രീതിയിൽ ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനോ സാധിച്ചു എന്ന് വരത്തില്ല. അപ്പം ആദ്യമായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു കാര്യത്തിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത്, ഡിവോഴ്സായി മറ്റൊരു ലൈഫിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് മുന്നോട്ടുള്ള ജീവിതം കെട്ടിപ്പടുക്കാനുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക, കുറേ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ ശ്രമിക്കുക. അതിനൊക്കെ ശേഷം ഒന്ന് റിലാക്സ് ആയതിനു ശേഷം മാത്രം മറ്റൊരു ജീവിതത്തെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. മറ്റൊരു വിഷയമായി അടുത്ത എപ്പിസോഡിൽ കാണാം. എൻ്റെ പേര് ജൂബി സാം.